നമസ്കാരം. പാകിസ്ഥാനിൽ ചോരക്കളി തുടരുകയാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കൊറ്റയെ ഞെട്ടിച്ച ബോംബ് സ്ഫോടനം ആ രാജ്യത്തെ ആഴമേറിയ സുരക്ഷാ പ്രതിസന്ധിയുടെയും നീണ്ട രാഷ്ട്രീയ അസംതൃപ്തിയുടെയും ഓർമ്മപ്പെടുത്തലാണ്. ബലൂച്ച് ദേശീയവാദ വിമതരും മത തീവ്രവാദ ഗ്രൂപ്പുകളും പാക് ഭരണകൂടത്തിനെതിരെ പോരാട്ടത്തിലാണ്. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% വരുന്ന ബലൂചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളുടെ കലവറയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ ബലൂചിസ്ഥാൻ ഏറെ പിന്നിലാണ്. ഈ വിവേചനമാണ് ആ ജനതയുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള മുറിവ്. അതുണക്കാൻ പാക് ഭരണകൂടം തയ്യാറായില്ല എങ്കിൽ ഇനിയും സ്ഫോടന ശബ്ദങ്ങൾ ഉയരുമെന്നുറപ്പാണ്. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കരൂർ ദുരന്തത്തിൽ മൗനം വെടിഞ്ഞ് വിജയ്. നടക്കാൻ പാടില്ലാത്തത് നടന്നു. ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല. കുറ്റമേൽക്കാൻ തയ്യാർ. പ്രതികാരം തന്നോടാകാം. പ്രവർത്തകരെ വേട്ടയാടരുത് എന്ന് സ്റ്റാലിനോട് താരം. வீட்டில் இருப்பேன், இல்லைனா ஆஃபீஸில் இருப்பேன், என்ன வேணாலும் செய்யும். நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னும் தைரியத்தோடு കണ്ടിന്യൂ ആകും. അറസ്റ്റിലായി TVK നേതാക്കൾ റിമാൻഡിൽ. കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് സർക്കാർ. ബീഹാറിൽ SIR ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 50 ലക്ഷം പേരെ നീക്കി. 21.5 ലക്ഷം പേരെ പുതുതായി ചേർത്തു. 6% കുറവ്. പുറത്തുവിട്ടത് ജില്ലയും മണ്ഡലവും തിരിച്ചുള്ള പട്ടിക. നടുങ്ങി വിറച്ച് പാകിസ്ഥാൻ. കൊറ്റയിലെ പാരാമിലിറ്ററി ആസ്ഥാനത്തിന് സമീപം സ്ഫോടനം. 13 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഗസയിലെ ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ച് ഇസ്രായേൽ. പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹമാസിന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. പദ്ധതിയെ സ്വാഗതം ചെയ്ത് നരേന്ദ്രമോദി. സുസ്ഥിര സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള പ്രായോഗികമായ പാതയെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധിക്കെതിരായ ന്യൂസ് 18 ചർച്ചയിലെ കൊലവിളി നടത്തിയ BJP നേതാവിന് കോടികളെന്ന് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെടാൻ ദേവസ്വം വിജിലൻസ്. നവരാത്രി ആഘോഷ നിറവിൽ നാട്. കൊല്ലൂർ മൂകാംബികയിൽ തീർത്ഥാടന പ്രവാഹം. സമഗ്ര കവറേജുമായി ന്യൂസ് 18 സംഘം. മമ്മൂട്ടി റിട്ടേൺസ്. പാട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിനായി ഹൈദരാബാദിൽ. ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് 7 മാസത്തിന് ശേഷം. ആവേശത്തിൽ ആരാധകർ. ന്യൂസ് അറ്റ് 9 ആദ്യം ദേശീയ വാർത്തയിലേക്കാണ്. തമിഴ്നാടിന് മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ കണ്ണീരായി മാറിയിരുന്നു കരൂരിലെ അപകടം. ആ അപകടത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് വിജയ്. കരൂർ ദുരന്തത്തിൽ വികാരാധീനനായാണ് വിജയ് പ്രതികരിച്ചത്. ഹൃദയം വേദന കൊണ്ട് പിടയുകയാണ്.
ജനങ്ങൾ റാലിയിലെത്തുന്നത് സ്നേഹം കൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ തന്നെ എന്തും ചെയ്യാം. മറ്റുള്ളവരെ വെറുതെ വിടണം. സത്യം പുറത്തുവരും. രാഷ്ട്രീയം ശക്തമായി തുടരും. ദുരന്തബാധിതരെ ഉടൻ കാണുമെന്നും നടൻ വ്യക്തമാക്കി. ജനങ്ങളുടെ സുരക്ഷ തനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്നും വീഡിയോ സന്ദേശത്തിൽ വിജയ് പറഞ്ഞു. பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி வலி மட்டும்தான். இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேலே வச்சிருக்கிற அன்பும் பாசம். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி, அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும். அந்த எண்ணம் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மைண்டில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது, அதுக்கான இடங்களை பார்த்து பெர்மிஷன் கேட்குறது, போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம். நடக்கக்கூடாதது நடந்துருச்சு. ஆனால் மனுஷன் தானே, அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அதை ஒரு காரணம் காட்டி அங்கே வேறு சில പതട്ടമാണ്. ഇതിനിടെ തമിഴക വെട്രിക്കഴകത്തിനെതിരെ സർക്കാർ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു. 10,000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 27,000 പേർ എത്തിയെന്നും പുലർച്ചെ മുതൽ കാത്തുനിന്ന ആളുകൾക്ക് പുറമെ വിജയുടെ വാഹനത്തെ പിന്തുടർന്നു വന്നവർ എത്തിയപ്പോൾ പ്രശ്നം വഷളായി എന്നും റവന്യൂ സെക്രട്ടറി അമുദ IAS വ്യക്തമാക്കി. സംഭവം നടന്ന ദിവസം വിവിധ ചാനലുകൾ പകർത്തിയ ദൃശ്യങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടായിരുന്നു ഈ വിശദീകരണം. വിജയ് പ്രസംഗിക്കുന്ന സമയത്ത് പവർ കട്ട് ഉണ്ടായി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു. 10,000 பேர் கலந்து கொள்வாங்கன்னு சொல்லி அவங்க ரிக்வஸ்ட் கொடுத்துருந்தாங்க. ஸோ இந்த 10,000 பேர் வருவாங்கன்னு தான் அவங்களுடைய இது இருந்தது. பட் ஏற்கனவே அந்த கட்சி தலைவருடைய கூட்டத்தில் பார்த்தீங்கன்னா, நாகப்பட்டினம் திருச்சியில் நடந்த கூட்டத்தில் பார்த்தீங்கன்னா, அவங்க சொல்கிற கூட்டத்தில் ஜாஸ்தி வருன்றதுக்காக போலீஸ் ஆன்டிசிபேட் பண்ணி ஒரு 20,000 பேர்கிட்ட வருவாங்க அப்படின்னு அவங்களோட சோர்ஸ் ஆஃப் இன்டெலிஜென்ஸ் ப்ளஸ் பாஸ்ட் இதை வச்சு ட்ராக்கை வச்சு அவங்க ப்ரிப்பேர் பண்ணது 20,000 பேருக்கு வருவாங்கன்னு சொல்லிட்டு, அதாவது 50 பேருக்கு ஒரு போலீஸ்காரங்க தான் நார்மல் அவங்களுடைய ஸ்டாண்டர்ட் ரேஷியோ, அலோகேஷன் ரேஷியோ. பட் ஹை ரிஸ்க் கிரவுடுக்கு ஜெனரல் கிரவுடுகளாக போட மாட்டோம். பட் இந்த மாதிரி ஹை ரிஸ்க் கிரவுடு, அந்த எந்தூசிஸ்ட் கிரவுடுக்கு இந்த மாதிரி போட முடியும். ஸோ இந்த கேஸில் 20 பேருக்கு ஒன்றா கொடுத்துருக்காங்க. ஸோ 10,000 பேருக்கு 500 பேர்கிட்ட அவங்க போலீஸ்மென் டிப்ளாய் பண்ணியிருக்காங்க ஃபார் மேனேஜிங் த க்ரௌட். ஆனால் அந்த க்ரௌட் பார்த்தீங்கன்னா, நம்ம அங்கே 3 மணிக்குலேருந்து பார்த்தீங்கன்னா க்ரௌட் சர்ஜ் ஆக ஆரம்பிச்சிருது. 20,000 பேர்கிட்ட இங்கே 6 மணிக்கெலாம் இருக்காங்க. ப்ளஸ் அவர் கட்சி தலைவர் வரும்போது கூட பார்த்தீங்கன்னா அவர் வண்டி கூட நிறைய பேர் வந்துடுறாங்க. വാർത്തയുടെ വിശദാംശങ്ങളുമായി അപർണ കുറുപ്പാണ് ചേരുന്നത്. അപർണ, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന FIR-ൽ തന്നെ വിജയ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിശ്ചിത സമയത്ത് നിന്ന് മണിക്കൂറുകൾ മാറിയാണ് വിജയ് എത്തിയത്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോഡ് ഷോയ്ക്ക് തയ്യാറാകരുത് എന്ന ആവശ്യം നിരസിച്ചു. കൂടുതൽ ആളുകൾ വരട്ടെ എന്ന് കരുതി തന്നെ ബോധപൂർവമായി ചടങ്ങ് വൈകിപ്പിച്ചു. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നത് പ്രധാനപ്പെട്ടതായിരുന്നു. നിലവിൽ നമ്മൾ ഈ കേൾപ്പിച്ച പ്രതികരണം, അതിൽ ഒരിടത്തും ഈ അപാകത സംബന്ധിച്ച് വിജയ് സംസാരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിൻ്റെ ആരോപണമുണ്ടല്ലോ, 10,000 പേർക്കാണ് അവിടെ പെർമിഷൻ നൽകിയിരുന്നത്, അവിടേക്കാണ് 27,000 പേരെ എത്തിച്ചത്. ഇത്തരം സർക്കാരിൻ്റെ നിലപാടിനും വിമർശനങ്ങൾക്കും വിജയ് കൃത്യമായ മറുപടി നൽകിയതായി കണക്കാക്കാൻ സാധിക്കുമോ?
അഭിലാഷ്, അത് തന്നെയാണ് കാര്യം. അതായത് എന്താണ് വിജയ്ക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നതടക്കമുള്ളതിൽ ഇത്തവണ വിജയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ 3 ദിവസത്തിന് ശേഷമുള്ള നിശബ്ദതയ്ക്ക് ശേഷമുള്ള ഈ വീഡിയോയിൽ ഉത്തരമില്ല എന്നത് തന്നെയാണ് കൃത്യമായി പറയാനുള്ളത്. ഇന്നലെ അടക്കം TVKയുടെ അണികളടക്കം തമിഴ്നാട് ഹൈക്കോടതിയിൽ വരെ പോയി ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ ഹർജിക്കകത്ത് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്, ഇതൊരു ഗൂഢാലോചനയാണ്, അത് തമിഴ്നാട് സർക്കാർ അറിഞ്ഞുകൊണ്ടാണെന്നുള്ളതാണ്. അതേ കാര്യം വിജയ് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിയുക. ഈ നേരത്തെ അഭിലാഷ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ വിജയ് അവിടെ എത്താൻ വൈകി, നിരത്തിലിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ആ നിർദ്ദേശം അവഗണിച്ചു, ഈ താങ്ങാൻ ഇതിൽ കൂടുതൽ ആൾക്കാർ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് പകരം എന്താണ് TVKയുടെ അണികൾ പറയുന്നത്, എങ്ങനെ ആ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി കട്ടായി പോയി, അതല്ലെങ്കിൽ ഇവിടേക്ക് കല്ലേറുണ്ടായിരുന്നു, സാമൂഹ്യ വിരുദ്ധർ റാലിയിൽ നുഴഞ്ഞു കയറി എന്നതടക്കമുള്ള പല ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ ഉന്നം വയ്ക്കുന്നത് തമിഴ്നാട് സർക്കാരിനെയാണ്, DMK ആണ്, MK സ്റ്റാലിനെയാണ്. ആ രീതിയിൽ തന്നെയുള്ള മറുപടിയാണ് വിജയുടെ കൊടുത്തത്. ഏകദേശം ഒരു സിനിമ സ്റ്റൈലിലൊക്കെ തന്നെയാണ് വിജയ് പറഞ്ഞത് എന്ന് വേണം പറയാൻ. തൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുകയാണ്, തനിക്ക് അവരെ താൻ ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ കാണുന്നതിൽ നിന്ന് തന്നെ തടയാൻ ആർക്കും കഴിയുകയില്ല, അതിന് ശ്രമിക്കരുത് എന്ന് MK സ്റ്റാലിന് താക്കീതൊക്കെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് വിജയ് ഈ സംഭവത്തിന് ശേഷം വളരെ പെട്ടെന്ന് ചെന്നൈയിലേക്ക് തിരിച്ചുപോയി എന്നുള്ള ചോദ്യത്തിന് ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റ് അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു, ഞാനൊരു മനുഷ്യനാണല്ലോ, ഞാനത് ഒഴിവാക്കി എന്നുള്ളൊരു ഒരു ഒഴുക്കൻ വിശദീകരണം മാത്രമാണ് വിജയൻ്റെ ഭാഗത്തുനിന്നുള്ള. കൂടുതലും വൈകാരികപരമായിട്ടുള്ള വാചകങ്ങളൊക്കെയാണ് വിജയ് പറയുന്നത്. സത്യം പുറത്തു വരും, അത് ദൈവം സത്യം പുറത്തു കൊണ്ടുവരും, ജനങ്ങളത് തിരിച്ചറിയും, തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, താൻ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ താൻ ഓഫീസിൽ കാണും, തന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതാകാം, പക്ഷേ തൻ്റെ പ്രവർത്തകരെ തുടരുത്, തൻ്റെ ജനങ്ങളെ തുടരുത് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അതൊരു വിജയ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ചില ഡയലോഗുകളാണ്. പക്ഷേ അതൊന്നും ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ FIR അടക്കം ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാകുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഇത്രയേറെ മണിക്കൂറുകൾ വൈകി വന്നത് എന്ന് സംബന്ധിച്ച് വിജയ് എന്തെങ്കിലും കൃത്യമായി പറഞ്ഞിട്ടില്ല. പിന്നെ സത്യം പുറത്തു വരും എന്ന് പറയുമ്പോഴും ഇത് വിരൽ ചൂണ്ടുന്നത് തമിഴ്നാട് സർക്കാരിനെതിരെ, വിരൽ ചൂണ്ടുന്നത് MK സ്റ്റാലിനെതിരെ, ഈ താക്കീത് കൊടുക്കുന്ന MK സ്റ്റാലിനെതിരെ. പക്ഷേ ഏത് തരത്തിലാണ് അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കൃത്യമായ തെളിവ് ഒരു വാചകത്തിൽ പോലും പറയാൻ വിജയന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇനി പുറത്തു വരും എന്ന് പറയുന്നിടത്തും ഇത് TVK തമിഴ്നാട് ഹൈക്കോടതിയിൽ CBI അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം തെളിവുയർത്തി പറയാൻ TVKയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. CBI അന്വേഷണം വേണം, തമിഴ്നാട് പോലീസ് കൃത്യമായി അന്വേഷിക്കില്ല എന്നുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിനോടുകൂടി വിജയ് തുടക്കമിടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് കരൂർ ദുരന്തത്തിൽ BJP എടുത്ത ഒരു നിലപാട് കൂടിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ BJPയോട് അടുത്ത് നിൽക്കുകയാണോ വിജയിന് അനുകൂലമായൊരു നിലപാട് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ, CBI അങ്ങനെ അന്വേഷണം ഏറ്റെടുക്കാനുള്ളൊരു നീക്കത്തിലേക്ക് പോകുമോ, സംസ്ഥാന BJP എന്തു പറയും എന്നുള്ളൊക്കെ ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും MK സ്റ്റാലിനെതിരെ DMKക്കെതിരെ TVKയും വിജയും ഒരു വശത്ത് നിൽക്കുക, ഈ രീതിയിൽ കരൂർ ദുരന്തത്തിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും തൊട്ടുപിറകെയാണ് തമിഴ്നാട് സർക്കാർ TVKയുടെ വാദങ്ങളൊക്കെ പൊളിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 10,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഇത്രയേറെ ആൾക്കാർ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കട്ടായി, വിജയുടെ സ്പീച്ചിന് തൊട്ട് മുമ്പ് ഇലക്ട്രിസിറ്റി കട്ടായി എന്നതടക്കമുള്ള വാദങ്ങൾ പരിപൂർണമായിട്ട് തള്ളുന്നു. അങ്ങനെ റവന്യൂ സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് ഈ ദൃശ്യങ്ങൾ, ചാനൽ ദൃശ്യങ്ങളടക്കം മുന്നിൽ വെച്ചുകൊണ്ട് TVKയും വിജയും പറയുന്ന കാര്യങ്ങൾ, പ്രധാനമായിട്ടും TVKയുടെ അണികൾ പറയുന്ന കാര്യങ്ങൾ പൊള്ളയാണ് എന്ന് ബാധിക്കുകയാണ്. ആ സമയത്ത് വിജയെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിജയ് പ്രതികരിക്കാൻ നിർബന്ധിതനായി എന്നാണ് പറയേണ്ടത്. പക്ഷേ അതിന് ഉത്തരമുണ്ടാകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇനി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ എന്ത് പരസ്യ പരാമർശമാണ് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴുള്ള ഈ പ്രതിച്ഛായ കോട്ടം പെട്ടെന്ന് പരിഹരിക്കാൻ വിജയ്ക്കോ TVKോ കഴിയുകയില്ല എന്നുള്ളത് ഒരു പക്ഷേ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടന്നാൽ അത് ആ പ്രതിച്ഛായ വീണ്ടെടുക്കുവാനുള്ള അവസരമായി മാറും എന്നുകൂടി സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് FIR-ൽ ഗുരുതര പരാമർശങ്ങളുണ്ട് എങ്കിൽ പോലും തിരക്കിട്ട ഒരു അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് തമിഴ്നാട് സർക്കാർ നീങ്ങാത്തത്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ ഒന്നായിരുന്നു വോട്ട് ചോരി ആരോപണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോഴിതാ ബീഹാറിൽ 50 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയത്. തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള ബീഹാറിലെ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏകദേശം 50 ലക്ഷത്തോളം പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കി. അന്തിമ പട്ടികയിൽ 7.42 കോടി
വോട്ടർമാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി മനു ഭാരത് ചേരുന്നുണ്ട്. മനു, ഇത്തരത്തിലൊരു ക്രമക്കേട് അല്ലെങ്കിൽ പിശക് ഉണ്ട് വോട്ടേഴ്സ് പട്ടികയിൽ എന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും 50 ലക്ഷം പേരുകൾ വെട്ടുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നു എന്ന തരത്തിൽ കൂടി ഇതിനെ വിലയിരുത്തേണ്ടതായി വരുന്നില്ലേ? അഭിലാഷ്, കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് 65 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നീക്കിയത്. ജൂൺ 24-ന് വോട്ടർ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ബീഹാറിൽ 7.89 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 65 വോട്ടർമാരെ നീക്കുന്നു. അതിനുശേഷം ആണ് 21.53 ലക്ഷം വോട്ടർമാരെ അവരെ അതിലേക്ക് വീണ്ടും കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ 65-ൽ നിന്ന് ഈ പേരെ ഒഴിവാക്കിയതിന് ശേഷം 21.53 ലക്ഷം വോട്ടർമാരെ ചേർക്കുന്നു. അതിൽ 3.66 ലക്ഷം വോട്ടർമാർ വേറെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യം 65 ലക്ഷം, പിന്നെ 3.66 ലക്ഷം, പിന്നെ അതിനുശേഷമാണ് 21.53 ലക്ഷം വോട്ടർമാരെ ചേർക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 50 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതോടുകൂടി ബീഹാറിൻ്റെ വോട്ടർ പട്ടിക ഇപ്പോൾ 7.41 കോടി വോട്ടർമാർ ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഇത്തരമൊരു പരിഷ്കരണം എല്ലാ 10 വർഷത്തിലും ആവശ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. കാരണം ഇവർക്ക് കൃത്യമായ രേഖകൾ ഇവിടെ പൗരന്മാരാണെന്ന് തെളിയിക്കുന്നതിൽ, കാരണം വോട്ടവകാശം ഇന്ത്യൻ പൗരന് മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാനുള്ളൊരു അവകാശം പൗരത്വമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തും. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്നവർക്കൊക്കെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള ചില കണ്ടെത്തലുകൾ നടത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ജനിച്ചവരുടെ ആണെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ പൗരത്വം കൂടി അവിടെ വ്യക്തമാക്കണം. അങ്ങനെ വോട്ടർ പട്ടികയിലേക്ക് പുതിയതായി വരുന്ന ആളുകൾക്ക് ഉള്ള നിയന്ത്രണങ്ങൾ കൂടുകയാണ്. അവർക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കേണ്ടി വരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഇത് രാജ്യമെമ്പാടും നടത്തണമെന്ന നിലപാടാണ്. ഇത് ബീഹാറിൽ ഇത് ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്നു. അപ്പോഴാണ് വോട്ട് ചെയ്യാൻ അർഹതയില്ലാത്തവർ എന്ന തരത്തിൽ ഈ 65 ലക്ഷം പോവുകയും ബാക്കി അതിൽ നിന്ന് മാറി 21 ലക്ഷത്തിന് കൂടുതൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും കിട്ടിയിട്ടുണ്ട്. യെസ്, എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ആയിരുന്നു വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ചർച്ചകൾ നടന്നു. ഇപ്പോഴിതാ ഏതാണ്ട് 50 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇത് ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഞ്ച് ഡയലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലുള്ള ഒരു നേതാവിൻ്റെ പ്രതികരണമാണ്. ആ നേതാവ് മറ്റാരുമല്ല, തൃശ്ശൂരിൽ നിന്നുള്ള MP, കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ്. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവർ ആണ് തന്നെ കുറ്റം പറയുന്നത് എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ശവങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ ആണ് നിങ്ങളെ വഹിക്കുന്നത്. 25 വർഷം മുമ്പ് മരിച്ചവരെ വരെ വോട്ട് ചെയ്യിപ്പിച്ചു. പൂരം കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു. അവസാനം വോട്ട് കലക്കി എന്നുവരെ പറഞ്ഞുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഇടുക്കി മൂലമറ്റത്ത് ഗണപതി ക്ഷേത്രത്തിന് സമീപം നടത്തിയ കലുങ്ക് സംവാദ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്? പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈൽ പ്രതികരണം ആണ് ഇപ്പോൾ കേട്ടത്. എങ്കിൽ അങ്ങനെയൊരു പ്രതികരണം News 18 ചർച്ചയിൽ മറ്റൊരു BJP നേതാവ് നടത്തിയിരുന്നു. അത് പ്രിന്റു മഹാദേവാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു ആ കൊലവിളി പരാമർശം. ഇപ്പോഴിതാ പ്രിന്റു മഹാദേവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. തൃശൂർ പേരാമംഗലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ നൽകിയ പരാതിയിൽ പ്രിന്റു മഹാദേവിന് എതിരെ പേരാമംഗലം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. കൊലവിളി പ്രസംഗം, കലാപ ആഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രിന്റു മഹാദേവിന് എതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തത്. സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, പ്രിന്റുവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പോലീസ് ശക്തമാക്കിയിരുന്നു. പക്ഷേ പ്രിന്റു എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ
അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിവരം. എന്താണ് മറ്റു വിവരങ്ങൾ? അതെ, പ്രിൻഡു മഹാദേവ് അല്പസമയം മുമ്പാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രിൻഡുവിനെ കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ അന്വേഷണം നടക്കുകയാണ്. കേസെടുത്തതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ പ്രിൻഡുവിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്താൻ പ്രിൻഡു തയ്യാറായില്ല. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കലാപാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. എന്തായാലും പ്രിൻഡു മഹാദേവന്റെ വിവാദ പരാമർശം, ന്യൂസ് 18 ചർച്ചയിലെ ഈ കൊലവിളി പ്രസംഗം വലിയ രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കോൺഗ്രസ് വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്നലെയും ഇന്നുമായി കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. ഇന്ന് നിയമസഭയിലും നമ്മൾ സമാനമായ നീക്കങ്ങൾ കണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ നീക്കമാണ് നടക്കുന്നത്. KPCC സെക്രട്ടറി ശ്രീകുമാറിന്റെ പരാതിയിലാണ് പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പേരാമംഗലത്തിന് സമീപത്ത് തന്നെയാണ് പ്രിൻഡുവിന്റെ സ്വദേശം. അതുകൊണ്ടാണ് സ്വാഭാവികമായും അവിടെ നടപടി ഉണ്ടായത്. എന്തായാലും പ്രിൻഡുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത. ഇതിനിടയിൽ മറ്റൊരു കേസ് കൂടി പ്രിൻഡുവിനെതിരെ വരുന്നുണ്ട്. അത് തിരുവല്ല പോലീസിൻ്റെതാണ് നടപടി. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതിയിൽ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഈ നേതാവിൻ്റെ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് നിയമസഭയിൽ ഇത് പരാമർശിക്കവേ മന്ത്രി MP രാജേഷ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് തിരുവല്ലയിൽ ഇത് യൂത്ത് കോൺഗ്രസ് നേതാവ് ആദ്യഘട്ടത്തിൽ ഇമെയിൽ വഴി പരാതി ഉന്നയിച്ചെങ്കിൽ കൂടിയും പിന്നീട് പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇന്ന് ഈ സംഭവങ്ങൾ വിവാദമായതോടെ ഇയാളുടെ മൊഴിയെടുക്കാൻ പോലീസ് മുന്നോട്ട് പോവുകയും ഒടുവിൽ അതിൻ്റെ തുടർ നീക്കങ്ങളുമായി പോവുകയാണ്. ഒരു വ്യക്തിക്കെതിരെ ഒരേ സംഭവത്തിൽ 2 കേസെടുക്കാൻ കഴിയുമോ എന്ന നിയമോപദേശവും പോലീസ് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ കൂടുതൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വിവാദ പരാമർശമുണ്ടായത്. സജിത്ത്, ഈ വിഷയം വലിയ തോതിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തോട് പ്രതികരിച്ച സാഹചര്യമുണ്ട്. സംസ്ഥാനത്താകട്ടെ കോൺഗ്രസ് വലിയ ആക്ഷേപമായിരുന്നല്ലോ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അതായത് RSS നേതാവ്, BJP നേതാവ് കൊലവിളി നടത്തിയാലൊന്നും അനങ്ങാൻ കേരളത്തിലെ പോലീസോ ആഭ്യന്തര വകുപ്പോ തയ്യാറല്ല എന്ന മട്ടിലുള്ള പ്രതികരണം. അത്തരം പ്രതികരണങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയമായി കൂടി തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊരു വിലയിരുത്തൽ സർക്കാരിനും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ നടപടിക്രമങ്ങൾ ഇത്രമേൽ വേഗത്തിലാക്കിയത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് നിയമസഭയിലെ സ്പീക്കറുടെ നടപടിയും ചില പരാമർശങ്ങളും വിവാദമായിരുന്നു. കാരണം ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ നേതാവ് പറയുന്നത് നിയമസഭയിൽ ഉന്നയിക്കാനാവില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വലിയ പരാമർശമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ ഇന്ന് നിയമസഭയിൽ നിലപാടെടുത്തതിൻ്റെയും കാരണം അതാണ്. അതേസമയം ഈ വിഷയം വേണ്ടത്ര ആർജവത്തോടെ ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗമായി സംസാരിച്ച മന്ത്രിമാരൊക്കെ പറഞ്ഞത്. കാരണം ഈ സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും ഇത് നിയമസഭയിൽ ഇന്നലെ ഒരു അവസരം ഉണ്ടായിട്ടും ഉന്നയിച്ചില്ല. ഇന്ന് മാത്രമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. വേണ്ടത്ര ആർജവമുള്ള നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇന്നലെ പരാതി കിട്ടിയപ്പോൾ തന്നെ പേരാമംഗലം പോലീസ് കേസെടുത്തു. അതിനു മുമ്പ് തിരുവല്ലയിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇമെയിൽ വഴി ഇക്കാര്യം അറിയിച്ചു എന്നതിനപ്പുറത്തേക്ക് വീണ്ടും പരാതിയിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതൊക്കെയാണ് സർക്കാർ വാദം ഉന്നയിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ കൊലവിളി പ്രസംഗം നടത്തിയ BJP നേതാവിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന തരത്തിലേക്ക് പ്രചരണം വന്നതോടുകൂടി പോലീസിന്റെ നടപടികളും കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് വന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും പോലീസ് തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ BJP കൂടി ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. താൻ കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല, സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ നിലപാടെടുക്കുന്നയാളല്ല താൻ എന്ന് പ്രിൻഡു അദ്ദേഹത്തിന്റെ വാദമായി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് കൂടുതൽ BJP നേതാക്കളുടെ വീടുകളിൽ തൃശ്ശൂരിൽ വ്യാപക പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഇതിനെതിരെ BJP നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം പ്രിൻഡുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു നാവു പിഴയാണ് എന്നതാണ് BJP ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു നീക്കങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്നാൽ ഇതിന്റെ പേരിൽ BJPയെ പ്രതി ചേർത്ത് വ്യാപകമായ നീക്കങ്ങൾ ഉണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കും. അതാണല്ലോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് സജിത്ത്, ഈ വസ്തുതയെല്ലാം പറയുമ്പോൾ തന്നെ പ്രിൻഡുവിനെതിരെ കൂടുതൽ നിലപാട് സർക്കാർ കടുപ്പിച്ചാൽ അതിന് BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അതേസമയം അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോയിരുന്നില്ല എങ്കിൽ അത് കോൺഗ്രസ് ആയുധമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ സർക്കാർ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വളരെ അവധാനതയോടുകൂടിയല്ലേ കൈകാര്യം ചെയ്യുക. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതിനപ്പുറത്ത് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത അതുകൊണ്ട് കൂടുതലല്ലേ? ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഇത് BJP വലിയ ആയുധമാക്കി മാറ്റുമല്ലോ. ഇപ്പോൾ തന്നെ നാക്കുപിഴയാണ്. അതിന് ഇത്രമേൽ വലിയ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതും മറ്റൊരു ചർച്ചയ്ക്കും അവസരത്തിനും വഴിവെക്കുമല്ലോ.
അഭിലാഷ്, നിലവിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ, BNSലെ കുറ്റങ്ങൾ, അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിഭാഷകരടക്കമുള്ള സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം BJP പ്രവർത്തകരും പേരാമംഗലം പോലീസിൽ എത്തിയിട്ടുണ്ട്, സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും തങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയപരമായി BJPക്കെതിരെ കടന്നാക്രമിച്ചാൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. ഇതിൽ സർക്കാരിന് മുന്നിലുണ്ടായിരിക്കുന്ന വെല്ലുവിളി നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. കാരണം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ നേതാവിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന ചോദ്യം സർക്കാർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും BJPയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി എന്ന ആക്ഷേപത്തിലേക്ക് കോൺഗ്രസ് ഈ വിഷയത്തെ ഏറ്റെടുത്ത് അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് പോലീസ് വേഗത്തിൽ നടപടി ഉണ്ടായത്. ഇന്ന് നിയമസഭയിലെ ഈ വിവാദങ്ങൾക്കൊടുവിൽ മന്ത്രിക്ക് തന്നെ നേരിട്ടെത്തി ഈ കാര്യം വിശദീകരിക്കേണ്ടി വന്നതിൻ്റെയും സാഹചര്യം അതാണ്. അതായത് അന്വേഷണത്തോട് കോൺഗ്രസ് സഹകരിക്കാത്തത് കൊണ്ടാണ് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നത് സർക്കാർ തന്നെ വിശദീകരിക്കുകയാണ് ഇന്നുണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി MP രാജേഷാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതേസമയം സ്പീക്കർ നിയമസഭയിലെടുത്ത നിലപാടാണ് പ്രതിപക്ഷം ശക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും നാളെയും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവും. ഇന്ന് വൈകിട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി UDF തന്നെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി BJP നേതാവിനെതിരെ വലിയ ക്യാമ്പയിൻ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. നാളെയും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലെ ചർച്ചയിൽ ആയിരുന്നു ഈ കൊലവിളി പരാമർശം രാഹുൽ ഗാന്ധിക്ക് നേരെ പ്രിന്റു മഹാദേവ് നടത്തിയത്. അത് വലിയ തോതിൽ രാഷ്ട്രീയ കേരളത്തെ തന്നെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലേക്ക് മാറി. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ ആയുധമാക്കി മാറ്റി. നിയമസഭയിലടക്കം ഈ വിഷയം തുടർച്ചയായി ഉന്നയിക്കുകയും ചെയ്തു. നിയമസഭയെ ഇളക്കിമറിച്ച ചർച്ചയായിരുന്നു ഇന്ന് ഉണ്ടായത്. ഇന്ന് വലിയ തോതിൽ, അതായത് സഭ ഈ വിഷയം ചർച്ച ചെയ്യണം, അതായത് റൂൾ 50 നോട്ടീസ് സ്പീക്കർ പരിഗണിക്കാതിരുന്നതോടെ ആണ് നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങിയത്. സ്പീക്കറുടെ ഡയസിൽ കയറി തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ച സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞ കേസ് എങ്ങനെ നിസാരമാകുമെന്നും പ്രതിയെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നുമായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത്. എന്നാൽ ചാനൽ ചർച്ചയിലെ പരാമർശം സഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്നു. മെയ് മാസം വരെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ BJP വക്താവ് പ്രിന്റു മഹാദേവനെതിരെ നടപടിയെടുക്കാൻ പോലീസ് വൈകുന്ന കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമുന്നയിച്ചാണ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് MLA റൂൾ 15 നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാവില്ല എന്ന് സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു. റൂൾ 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും, പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സ്പീക്കറുടെ ഈ പരാമർശത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മറ്റ് പ്രതിപക്ഷാംഗങ്ങൾ തുടങ്ങിയവർ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് പ്രതിഷേധം തുടങ്ങി. തുടർന്ന് സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചു. അതിനുശേഷം സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് പ്രതിഷേധവുമായി പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ MLA എത്തിയതോടെയാണ് വാച്ച് ആൻഡ് വാർഡുമായുള്ള കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. ബലപ്രയോഗത്തിലൂടെയാണ് പിന്നീട് ഈ MLA അവിടെ നിന്ന് നീക്കിയത്. അതിനുശേഷം മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങിയ പ്രതിപക്ഷ MLA രൂക്ഷമായ ഭാഷയിലാണ് സർക്കാർ നിലപാടിനെ വിമർശിച്ചത്. ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനം ആരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഉന്നയിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുക. ഇത് BJPയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്.
KC വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിലെ ഒരു MP രേഖാമൂലം പരാതി നൽകി. ഇതെല്ലാം ലഭിച്ചിട്ട് ഇന്നലെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നും ഈ പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അന്വേഷിച്ച് പോലീസ് ഒരു മിനിറ്റ് പോലും ഈ പ്രതിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹം സെക്യൂരിറ്റിയുള്ള ആളാണ്. ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അത് ഗൌരവമായിട്ട് എടുക്കണമല്ലോ. പിന്നല്ലേ സംസ്ഥാന ഗവൺമെന്റ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാ പറഞ്ഞത്. RSSനെതിരെ ഈ വിഷയം വലിയ തരത്തിൽ ആയുധമാക്കി മാറ്റിക്കൊണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസം മുതൽ കോൺഗ്രസ് തുടങ്ങിയതാണ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം DCCകളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്ന് ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ RSS വക്താവ് നടത്തിയ, BJP വക്താവ് നടത്തിയ വിവാദ പരാമർശത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. ദേശീയ തലത്തിലും വിഷയം രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി BJPക്കെതിരെ ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം പ്രിന്റു മഹാദേവന്റെ നിലപാട് തള്ളിക്കൊണ്ട് BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ BJP ദേശീയ നേതൃത്വം തന്നെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത. സ്ഫോടനത്തിൽ നടുങ്ങി പാക് ഭരണകൂടം. ഈ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇസ്രായേൽ. പക്ഷേ ഹമാസിന് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ഹമാസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള പ്രായോഗികമായ പാതയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം ഈ 20 ഇന പദ്ധതി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളും വിഷയത്തിൽ ഉയരുന്നുണ്ട്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഇനി അറിയേണ്ടത് ഈ 20 ഇന നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണമാണ്. ഒപ്പം ഈ 20 ഇന നിർദ്ദേശങ്ങളിൽ വ്യക്തതയില്ല എന്ന ആക്ഷേപവുമുണ്ടല്ലോ. അഭിലാഷ്, ട്രംപ് ഇപ്പോൾ ഈ പദ്ധതി അംഗീകരിക്കുന്നതിനായി ഹമാസിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 3-4 ദിവസത്തിനകം ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഹമാസ് ഇത് പ്രായോഗിക തലത്തിൽ അംഗീകരിക്കുന്ന ഒരു രീതി തുടക്കത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഇനിയൊരു വിശദ പരിശോധനയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കും. പക്ഷേ ഈ പദ്ധതിയെ അംഗീകരിക്കുന്ന ഇസ്രായേൽ പോലും ഇതിലെ 19ാമത്തെ ക്ലോസ് അംഗീകരിക്കാൻ ഒരു വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട്. 19ാമത്തെ ക്ലോസ് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് പാലസ്തീന് ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവിയിലേക്കുള്ളൊരു മാറ്റത്തിന് ഉള്ളൊരു വഴിവെക്കൽ ഉണ്ടാകണം. അതുപോലെ ഇസ്രായേലിൻ്റെ സ്വയം നിർണയ അവകാശവും പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശവും പതുക്കെ അവർക്ക് നൽകണം എന്നതാണ്. ഏതായാലും അത് ഇസ്രായേൽ തുടർന്നും എതിർക്കും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഇത് ആദ്യം ഹമാസ് അംഗീകരിക്കട്ടെ, എന്നിട്ട് പിന്നീട് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിപുലമായി ചർച്ച ചെയ്യാം എന്ന നിലപാടിലാണ്. അപ്പോൾ തുടക്കത്തിൽ ട്രംപിൻ്റെ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്ന ഇസ്രായേൽ പറയുന്നു. ഇന്ത്യ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്വീറ്റിനോടും ഇസ്രായേൽ ഒരു ക്രിയാത്മക പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ പ്രത്യേക ദൂതൻ റെവൻ അസർ ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ അത് ഉറ്റുനോക്കുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പീസ് ബോർഡ് നിലവിൽ വരും എന്നാണ് ഈ കരാർ പറയുന്നത്. അങ്ങനെ വന്നാൽ അതിൻ്റെ തലവൻ ട്രംപും ഒപ്പം ടോണി ബ്ലെയറും ഒക്കെ ആയിരിക്കും. മുൻ UK പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറും ഒക്കെ ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക. അങ്ങനെ സമാധാനപരമായ ഒരു ട്രാൻസിഷൻ ഗവൺമെൻറ്റായി അവർ പ്രവർത്തിക്കുകയും ആ ഒരു കാലഘട്ടത്തിന് ശേഷം അവിടുത്തെ ജനങ്ങളിലേക്ക് അധികാരം നൽകുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു സമാധാനത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ് എന്ന തരത്തിൽ വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നെന്ന് വിവരങ്ങൾ വരുന്നു. അല്പം മുമ്പാണ് അവിടെ
നിരവധി ലഘുലേഖകൾ വിമാനമാർഗം എത്തി ആളുകളോട് അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഘുലേഖകൾ ഗാസ സിറ്റിയിൽ ഗാസ സിറ്റിയിൽ ഇടുന്നു. ആ വ്യോമമാർഗം അവിടേക്ക് വിതരണം ചെയ്യുന്നു. ആളുകൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. ഗാസ സിറ്റി ഹമാസിൻ്റെ അവസാനത്തെ ആശയമാണ്, അത് പിടിച്ചടക്കണം എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്ത്യശാസനമെന്ന നിലയിൽ കൂടിയാണ് ഇസ്രായേൽ ഈ കരാറിനെ അംഗീകരിക്കുന്നത്. അതായത് ഇനിയും ഇത് അംഗീകരിക്കുന്നില്ല, വെടിനിർത്തലിനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾ ഒരുക്കി നൽകുകയാണ്, പക്ഷേ ഹമാസ് നിരായുധീകരിക്കണം എന്ന ആവശ്യവും കൂടി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ്. ഗാസയുടെ സമാധാനം കെടുത്തുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാണ് എങ്കിൽ പാകിസ്ഥാനെ വിറപ്പിക്കുന്നത് പാകിസ്ഥാനിലെ തന്നെ ജനങ്ങളാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. 32 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. കൊറ്റയിലെ സർഗുൻ റോഡിലുള്ള പോലീസ് ആസ്ഥാനത്തിന് സമീപത്തായിരുന്നു സ്ഫോടനം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അതിനു മുമ്പ് CCTV ദൃശ്യങ്ങൾ, ഈ സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇങ്ങനെ വാഹനം പൊട്ടിത്തെറിക്കുന്ന ചാവേർ ആക്രമണത്തിന്റെ സ്വഭാവമുള്ള ഒരു സ്ഫോടനം തന്നെയാണ് നടന്നത്. അജയ്, നേരത്തെ നമുക്കറിയാം ഈ പക്തൂണിൽ പാക് സൈന്യം തന്നെയാണ് അവിടുത്തെ ജനങ്ങളെ ബോംബിട്ട് കൊന്നത്. പാകിസ്ഥാന്റെ നാവികസേന, വ്യോമസേന. അതിനുശേഷം ഒരു തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യത പൊതുവെ പ്രവചിക്കപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? നിലവിൽ ഈ വിഷയത്തിൽ ആരും ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ അവരുടെ പൊള്ളയായിട്ടുള്ള ആരോപണങ്ങൾ, അവർ സ്ഥിരം ഉന്നയിക്കും പോലെയുള്ള ചില അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ആദ്യം ഉന്നയിച്ചത് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആസിഫ് അലി സർദാരിയാണ്. അദ്ദേഹം ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഈ തീവ്രവാദികളെ, പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്ന ചില തീവ്രവാദികളെ ഇന്ത്യ ഒരു പ്രൊപ്പഗൻഡയിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആണ് ഈ ആക്രമണം നടത്തുന്നത്, അവരെ കൊണ്ട് ഇന്ത്യയാണ് ഇത് ചെയ്യിക്കുന്നതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആസിഫ് അലി സർദാരി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനൊന്നും ഒരു തെളിവുമില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു തീവ്രവാദ സംഘടനകൾ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാലും പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രാലയം സംശയിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയെയാണ്. അവർ ഈ മേഖലയിൽ ഇതിനു മുൻപും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പല ആക്രമണങ്ങളും അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സൈനികർക്ക് നേരെ, സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചും അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയെയാണ് ഇവർ സംശയിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം നടന്നത് ബലൂച്ച് പ്രവിശ്യയിലാണ്. അവിടെയുള്ള കൊറ്റയിലാണ് ഈ സ്ഫോടനം നടന്നത്. അവിടെയുള്ള പോലീസ് ആസ്ഥാനത്തിന് നേരെ ഒരു വാഹനം ഇത്തരത്തിൽ അവിടേക്ക് വരികയും ഈ വാഹനം അവിടെ പോലീസ് ആസ്ഥാനത്തിൻ്റെ മതിലിൻ്റെ തൊട്ട് പുറത്തെത്തിയതിന് ശേഷം ഇത് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു സൂയിസൈഡ് ബോംബേഴ്സാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്ഫോടനം നടന്ന് ഏതാനും മിനിറ്റുകൾക്ക് ഇടയിൽ തന്നെ അവിടെ ഏതാനും ആയുധധാരികൾ തോക്കുമായിട്ട് വന്ന് അവിടെ പോലീസുകാർക്ക് നേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഇത് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ഈ വെടിയുതിർത്ത ഈ അക്രമികളെ പോലീസുകാർ അപ്പോൾ തന്നെ വധിച്ചിരുന്നു. 2 പോലീസുകാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 പോലീസുകാരും ഉൾപ്പെടെയാണ് ഈ 13 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മറ്റ് 11 പേർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 32ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുള്ളതായിട്ടാണ് വിവരം. ഈ സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ആദ്യഘട്ടത്തിൽ സംശയം. അതുപോലെ തന്നെ തെഹ്രിക്ക് താലിബാൻ ഈ ആക്രമണം നടത്തി എന്നുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. കാര്യം ഇതിനു മുമ്പേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഖൈബർ പക്തൂൺ മേഖലയിൽ പാകിസ്ഥാൻ ആർമി നടത്തിയിട്ടുള്ള ആക്രമണം, അത് പാകിസ്ഥാന് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അവരുടെ സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണം. ഈ ആക്രമണത്തിൽ ഒരു തീവ്രവാദികളും മിലിറ്റൻസും ഒന്നും തന്നെ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് സംഭവത്തിന് ശേഷം വന്നിട്ടുള്ള വിവരം. ഇത്തരത്തിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ട് യാതൊരു വിവരങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ സാധാരണ ജനങ്ങളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ഇതിലുള്ളൊരു പ്രതികാരമാണ് ഈ ആക്രമണം
ആക്രമണമെന്നും സംശയമുണ്ട്. ശരി, പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ 44% വരുന്ന ബലൂചിസ്ഥാൻ എന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വിഭവ കേന്ദ്രമാണ്. പക്ഷേ ജനസംഖ്യ 5%. പാകിസ്ഥാൻ ലിബറേഷൻ ആർമി, പാകിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ TTP ഇങ്ങനെയുള്ള സംഘടനകൾ എല്ലാം സജീവമായിട്ടുള്ള മേഖലയാണ്. അവിടെ എന്ത് നടന്നാലും അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് എപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കാറുണ്ട്. ഇപ്പോഴും അതിന് മാറ്റമില്ല എന്നാണ് അജയ് സുധാ ബിജു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ന്യൂസ് 18നുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ്. ന്യൂസ് 18ലെ മാധ്യമപ്രവർത്തകനും ഒപ്പം മനോരമ ന്യൂസിലെ മാധ്യമപ്രവർത്തകരെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ സൈബർ പോരാളിയായിട്ടുള്ള നിസാർ കുമ്പള പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ നമ്മൾ പരാതിയും നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ സൈബർ ആക്രമണം നടന്നിരിക്കുകയാണ്. സൈബർ പോരാളി നിസാർ കുമ്പളിക്ക് കോൺഗ്രസ് ബന്ധമില്ല എന്ന നിലപാട് പറഞ്ഞതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ ഐഡികളിൽ നിന്നുള്ള ഈ അധിക്ഷേപം. ന്യൂസ് 18 ഈ പരാതി നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനെ ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. അപ്പോഴായിരുന്നു ദീപാദാസ് മുൻഷിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്കും എതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നിസാർ കുമ്പിള മോശം പരാമർശം ആവർത്തിച്ചിരുന്നു. അതേസമയം ഇടതുപക്ഷത്തെ പിന്തുണച്ച NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടർന്നിരിക്കുകയാണ് കോൺഗ്രസ്. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും NSS ആസ്ഥാനത്ത് എത്തിയിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ല എന്ന് പറയുന്നില്ല എന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ പ്രതികരണം. സുകുമാരൻ നായരെ അനുകൂലിച്ചും എതിർത്തും തിരുവനന്തപുരത്ത് പ്രകടനവും ഫ്ലെക്സ് ബോർഡുകളും. സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് NSS നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിൽ കരയോഗം പ്രതിനിധികൾ നാമജപ പ്രതിഷേധം നടത്തി. അതിനിടെ ശ്രീവരാഹത്ത് സുകുമാരൻ നായരെ അഭിനന്ദിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ശ്രീവരാഹം സമുദായ സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ബോർഡിൽ സുകുമാരൻ നായരുടേത് ധീരമായ നിലപാട് എന്നാണ് കുറിച്ചിട്ടുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടികൾ എന്ന് സൂചന. വിദേശ മലയാളികൾ ആയ അയ്യപ്പ ഭക്തരിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം പിരിച്ചുവെന്നാണ് സംശയിക്കുന്നത്. വിവാദം ഒഴിവാക്കുന്നതിനായി പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി. ഇക്കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് വിശദമായി പരിശോധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ശബരിമലയിൽ കാണിക്കയായി ലഭിക്കുന്ന വിലപ്പെട്ട വസ്തുക്കൾക്ക് 99 മുതൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശം ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ ലഭിക്കുമ്പോൾ കൃത്യമായി അത് എന്ത് ലഭിച്ചാലും മഹസർ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങളിൽ പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി അവിടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. കൃത്യമായ കണക്കില്ല, ഉദാസീനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് കോടതി വിമർശിക്കുന്നത്. അത് വലിയ തിരിച്ചടി ദേവസ്വം ബോർഡിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയി എന്ന വിവാദം കോടതിയുടെ പരിഗണനയിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇതുകൂടി വന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ കാണാതെ പോയ സംഭവത്തിൽ അത്തരമൊരു പരാതി താൻ നൽകിയ പീഠങ്ങൾ അവിടെ കാണാനെന്ന് പരാതി നൽകിയ ഹൈക്കോടതി അറിയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇയാൾ വലിയ തുക ഈ സ്വർണ്ണപ്പാളികൾ പൂശാൻ എന്ന പേരിൽ വലിയ തുക പിരിച്ചെടുത്തതായ വിവരം കൂടി ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന കൃത്യമായ സൂചനകൾ ആ രീതിയിലാണ്. ദേവസ്വം ബോർഡിന് മുന്നിലുള്ള പ്രധാന സ്പോൺസർ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനുള്ള പ്രധാന സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ ദേവസ്വം ബോർഡ് രേഖകൾ. പക്ഷേ അയാൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ വ്യവസായികളെ അയ്യപ്പ ഭക്തരെ സ്വാധീനിച്ച് അവരിൽ നിന്ന് വലിയ തുക കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു എന്ന
തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവാദം വന്ന ശേഷം പിരിച്ചെടുത്ത പണം കൊണ്ട് ചില നിർദ്ധന യുവതികൾക്ക് വിവാഹം നടത്താനുള്ള ഒരു പ്രപ്പോസൽ നിർദ്ദേശം ദേവസ്വം ബോർഡ് മുമ്പാകെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡ് അത് തള്ളിക്കളഞ്ഞു. 7 പവന്റെ ഒരു മാല ദേവസ്വം ബോർഡിനെ അറിയിക്കാതെ മാളികപ്പുറം ക്ഷേത്രം നൽകാൻ ഇയാൾ ശ്രമിച്ചു എന്നതരത്തിലുള്ള വിവരങ്ങളും ദേവസ്വം ബോർഡ് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇയാൾക്കെതിരെ കൂടുതൽ നിയമ നടപടിക്ക് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുമുണ്ട്. അത് ഈ കോടതിയിൽ നടത്തുന്ന കേസിന്റെ തുടർ നടപടിയുടെ ഭാഗമായി അത്തരം നടപടികളിലേക്ക് കടക്കും. അതേസമയം തന്നെ ഈ അയ്യപ്പന്റെ സ്വത്ത്, അയ്യപ്പന്റെ കാണിക്കകൾ കൃത്യമായ കണക്കില്ലാതെ സൂക്ഷിക്കുന്നുവെന്ന കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യവുമായി ബിജെപിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ രംഗത്തെത്തിയതും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്ത വി അരുൺ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ മൂകാംബികയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ രഞ്ജിത്ത് രാമചന്ദ്രനും ഒപ്പം ഭവ്യ പാർവതിയുമാണ് ഉള്ളത്. ഭക്തിസാന്ദ്രമാണ് മൂകാംബിക. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തർ ആണ് മൂകാംബികയിലേക്ക് ഒഴുകിയെത്തുന്നത്. നവരാത്രി ഉത്സവ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. വാഗ്ദേവതയുടെ അനുഗ്രഹത്തിനായി ഭക്തലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അത്താഴപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് പുഷ്പരഥ ഘോഷയാത്ര, അല്ലെ? അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. നമുക്കിതാ ക്ഷേത്രം കാണാം. മൂകാംബിക ക്ഷേത്രമാണ്. ഇവിടെ പൂർണ്ണമായും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രമാണ്. ദേവി മന്ത്രധ്വനികളാൽ മുഖരിതമാണ് കൊല്ലൂർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രമാത്രം വലിയ ഒരു ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ട്. പതിവ് പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഭക്തർ കൂടുതലായും ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭക്തർ നവരാത്രി വ്രതാനുഷ്ഠാനങ്ങളോടെയും വിദ്യാരംഭത്തിനായും ഒക്കെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് പ്രസിദ്ധമായ പുഷ്പ രഥോത്സവം നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 പുഷ്പരഥത്തിൽ ദേവിയെ എഴുന്നള്ളിക്കും. ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് ചുറ്റും 3 പ്രദക്ഷിണം നടത്തുന്നതാണ് ഈ പുഷ്പരഥോത്സവം എന്നുള്ള ചടങ്ങ്. അതോടൊപ്പം വിജയദശമി നാളിൽ പുലർച്ചെ 3 മണിയോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. കൊല്ലൂർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള എഴുത്തിനിരുത്ത ചടങ്ങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകിട്ട് നടക്കുന്ന വിജയരഥോത്സവത്തോടു കൂടിയാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ സമാപനമാവുക. മഹാനവമി വിജയദശമി നാളുകളിൽ പറഞ്ഞതുപോലെ തന്നെ അഭൂതപൂർവമായ തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബസ് സർവീസുകൾ, ട്രെയിൻ സർവീസുകൾ അടക്കമുണ്ട്. ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വൈകുന്നേരം ആയപ്പോഴേക്കും ഹോട്ടലുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി നിറഞ്ഞു. ഒരുപാട് ഭക്തജനങ്ങളുടെ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാം. നാളെയും മറ്റന്നാളുമാണ് സമാനമായി തന്നെ അത്രയധികം ആളുകൾ, പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു വലിയ പ്രവാഹം ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ മലയാളികളുടെ വലിയൊരു കൂട്ടം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ചെറിയ ഗ്രാമമാണ്, ചെറിയൊരു പ്രദേശമാണ്. ഇവിടെ ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞ ഒരു പശ്ചാത്തലം കൂടിയാണ്. എന്തായാലും ഭക്തിസാന്ദ്രമാണ് ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തിസാന്ദ്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ, നവരാത്രിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ തൊട്ടുപുറകിൽ കാണുന്നതും അതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ഭക്തജനങ്ങളുടെ ഒക്കെ വലിയ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യാം. ഭവ്യ പാർവതിക്കും ഒപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, കൊല്ലൂർ. സിനിമാ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു റിപ്പോർട്ടാണ് അത്. ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സിനിമാ സെറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് പോകും മുമ്പ് നമുക്കൊരു ഇടവേളയെടുക്കാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവത മമ്മൂട്ടി വീണ്ടും സിനിമാ സെറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗമാണ് ഹൈദരാബാദിലേക്ക് മമ്മൂട്ടി യാത്ര തിരിച്ചത്. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂൾ നാളെയാണ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ നടൻ ഹൈദരാബാദിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ ഈ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തടക്കം ചില പ്രതികരണങ്ങളൊക്കെ ആരാഞ്ഞിരുന്നുവെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ മമ്മൂട്ടി തയ്യാറായില്ല. ഇനി നമ്മൾ മുകളിൽ ഒരാളുണ്ട് സെഗ്മെന്റിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂരിൽ ലഹരി കുത്തിവെച്ച് ഇതര സംസ്ഥാനക്കാരൻ മരിച്ചു. ഇയാൾക്ക് ലഹരി കുത്തിവെച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതര സംസ്ഥാനക്കാരൻ തന്നെയായ വസീം ആണ് അറസ്റ്റിലായത്. ഈ ലഹരി കുത്തിവെക്കുകയും അതിനെ തുടർന്ന് ആൾ മരണപ്പെടുകയും പിന്നീട് ഓടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാകുന്ന ഒന്നാണ്. എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ ഈ പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്. അത് കോഴിക്കോട് വാണിമേലിൽ നിന്നുള്ളതാണ്. അത് വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണത്തിൻ്റെ ദൃശ്യമാണ്. തലനാരിഴയ്ക്കാണ് ഈ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെടുന്നത്. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥിനിക്ക് നേരെയാണ് 6 നായകൾ പാഞ്ഞെടുത്തത്. ഓടി രക്ഷപ്പെടുന്നതിന് ഇടെ വിദ്യാർത്ഥിനി നിലത്തു വീണുവെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. നാട്ടുകാർ ഈ സമയത്ത് ബഹളം വെച്ചതിനെ തുടർന്നാണ് നായകൾ പിന്തിരിഞ്ഞു പോയത്. ന്യൂസ് അറ്റ് 9 സമാപിക്കും മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. SFI സ്ഥാനാർത്ഥിക്ക് വേണ്ടി തലയോലപ്പറമ്പ് DB കോളേജിലെ പ്രിൻസിപ്പൽ വോട്ട് ചോദിച്ചതായി പരാതി. തൃശൂർ ലോ കോളേജിലെ സ്ഥാനാർത്ഥിക്കായാണ് വോട്ട് ചോദിച്ചത്. നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കേണ്ട പ്രിൻസിപ്പൽ SFIയുടെ അടിമയായി എന്നാണ് ABVP ആരോപിക്കുന്നത്. കോളേജിലെ പ്രിൻസിപ്പൽ MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പറുമായ ഡോക്ടർ അനിതയാണ് ഞാൻ. തൃശൂർ ലോ കോളേജിൽ ചെയർപേഴ്സൺ കാൻഡിഡേറ്റായി കീർത്തന MS മത്സരിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ 3 വർഷം പൊളിറ്റിക്സ് ബിരുദ വിദ്യാർത്ഥി പഠിച്ച വ്യക്തിയാണ്. അന്ന് കോളേജിൽ ജനറൽ സെക്രട്ടറിയായും MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും യൂണിവേഴ്സിറ്റി അക്കൗണ്ട്സ് കമ്മിറ്റി മെമ്പറായും ഒക്കെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച വ്യക്തിയാണ്. കീർത്തനയ്ക്ക്
വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, AI കാലഘട്ടമാണ്, അതുകൊണ്ട് ഇത്തരം ദൃശ്യങ്ങളുടെയൊക്കെ ആധികാരികത അറിയേണ്ടതുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു വീഡിയോ ആണ് എങ്കിൽ ഇവർ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടുള്ള ഈ പ്രിൻസിപ്പലിൻ്റെ സമീപനം എന്താകും എന്നതുപോലും അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. അഭിലാഷ, തീർച്ചയായും രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥികൾ ഇറങ്ങാറുണ്ട്. അധ്യാപകർ അവരുടെ നിലയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വേണ്ടി അതിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഒരു അധ്യാപിക, ഒരു പ്രിൻസിപ്പൽ തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത. തലയോലപ്പറമ്പ് DB കോളേജിലെ അധ്യാപികയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ മുൻ സിൻഡിക്കേറ്റ് മെമ്പറാണ് അനിത. അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന, നേരത്തെ SFIയുടെ പാനൽ വിജയിച്ച് ജനറൽ സെക്രട്ടറി ആയിരുന്ന കീർത്തനയ്ക്ക് വേണ്ടിയാണ്. കീർത്തന ഇപ്പോൾ തൃശൂർ ലോ കോളേജിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. കീർത്തനയുടെ വോട്ടഭ്യർത്ഥനയും ഈ അനിതയുടെ വീഡിയോയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ അനിത തന്നെ, പ്രിൻസിപ്പൽ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് താൻ പ്രിൻസിപ്പളാണ്, ഈ കീർത്തന നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, എല്ലാ ആശംസകളാണ് ഫലത്തിൽ നേരുന്നത്. പക്ഷെ അതും ഒരു നന്നായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു കാണേണ്ടത്. ABVP ആണ് ഇതിൽ പരാതിയുമായി രംഗത്ത് വന്നത്. സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് ചാൻസലർക്ക്, അതായത് ഗവർണർക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി കൈമാറിയിട്ടുണ്ട് എന്നാണ് ABVP ഇപ്പോൾ അറിയിക്കുന്നത്. തീർച്ചയായും നിഷ്പക്ഷരായി ഇത്തരം സംവിധാനങ്ങളൊക്കെ നടത്തേണ്ട ആളുകളാണ് അധ്യാപകർ. അവർ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അറിഞ്ഞോ അറിയാതെയോ, ഇനിയിപ്പം അറിയാതെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ വീഡിയോ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പൂർണ്ണമായും ശരിയാണ് എങ്കിൽ അത് ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും MG യൂണിവേഴ്സിറ്റി കീഴിലാണ് ഇപ്പോൾ ഈ അധ്യാപിക പ്രവർത്തിക്കുന്നത്. ലോ കോളേജ് മറ്റൊരു യൂണിവേഴ്സിറ്റി കീഴിലാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് ശരിയല്ല എന്നാണ്. അതാണ്, അധ്യാപകർ ഏറ്റവും മൂല്യമുള്ള ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. ആ മൂല്യത്തിന് നിരക്കുന്ന പ്രവൃത്തി തന്നെയാണ്. അവരുടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ വിശ്വാസമോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ആ മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവൃത്തി ഒരു അധ്യാപകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ന്യൂസ് അറ്റ് 9 പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്.